എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ അഭിനയത്തിൻ്റെ പെരുന്തച്ഛൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തിലകൻ സാറിനെ യാദൃശ്യമായിട്ട് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം, അത് അഭിനയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ മമ്മൂട്ടി വലിയ നടനാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. അദ്ദേഹം എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു. ഒരു നടൻ്റെ പ്രധാനപ്പെട്ട ഉപകരണമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. ആ കണ്ണുകൾ കൂളിംഗ് ഗ്ലാസ് കൊണ്ട് മറക്കുകയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. മറ്റു രീതിയിൽ അഭിനയ മേന്മകളുണ്ടെങ്കിൽ ഈ കണ്ണിനെ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് വളരെ ശരിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അധികം സംസാരിക്കുന്നത് നാവ് കൊണ്ടല്ല, കണ്ണുകൾ കൊണ്ടാണ്. നമ്മുടെ എല്ലാ ഭാവങ്ങളും ആദ്യം പ്രകടമാകുന്നത് കണ്ണുകളിലാണ്. അപ്പോൾ ഈ കണ്ണുകളെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. അക്കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം കമൽഹാസനാണ്. കമൽഹാസൻ്റെ കണ്ണുകളെക്കുറിച്ച് വളരെ ശ്രൈണമായ നീണ്ടുവിടുന്ന കണ്ണുകൾ ആണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് അഭയ് ഷൺമുഖിയൊക്കെ അത്ര അതിമനോഹരമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒതുങ്ങിയ ശരീരവും വ്യായാമം ചെയ്ത് ഒതുങ്ങിയ ശരീരവും നീണ്ടുവിടുന്ന കണ്ണുകളൊക്കെ ആ കഥാപാത്രം ചെയ്യിപ്പിക്കാൻ വളരെ ഉപയുക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണുകളാണ് അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അദ്ദേഹം അത് കണ്ടിട്ടില്ല. പരമാവധി കുറച്ച് കൂളിംഗ് ഗ്ലാസ് അദ്ദേഹം വയ്ക്കാറുള്ളൂ. നിങ്ങൾ പാപനാശം നോക്കൂ. പാപനാശത്തിൽ അവസാനത്തെ രംഗത്തിൽ ഈ കൊല ചെയ്യപ്പെട്ട പയ്യൻ്റെ അച്ഛനമ്മയും വന്ന് സംസാരിക്കും, പോലീസ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്ന് സംസാരിക്കുമ്പോൾ കണ്ണുകൾ എടുത്തു കാണിക്കും, നിറഞ്ഞു തുളുമ്പുന്ന ആ കണ്ണുകൾ. ആ കണ്ണുകളിൽ എല്ലാ പശ്ചാത്താപവും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ദൃശ്യത്തിൽ നിന്ന് പാപനാശത്തിലേക്ക് എത്തിയപ്പോഴേക്കും ജിത്തു ജോസഫ് കുറച്ചുകൂടി പാകതയുള്ള സംവിധായകനായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കമൽഹാസൻ്റെ കണ്ണുകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കണ്ണുകളെ ഉപയോഗിക്കുന്നത്. ആ കണ്ണുകൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വാക്കുകളുടെ ആവശ്യമില്ല. പക്ഷെ വാക്കുകളതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ആ സംഭാഷണ രീതി നോക്കൂ. പാപനാശമാണ്. പാപനാശം എന്ന് പറയുന്ന നദിയാണ്. ആ നദിയിലൂടെ നമ്മുടെ പാപം ഒഴുകിപ്പോവുകയാണ്. അപ്പോൾ കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ വിറപ്പിച്ചുള്ള സംസാരം ഒരു തരംഗം പോലെയാണ് അത് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും നടനോടുള്ള ആരാധനയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അഭിനയത്തിൻ്റെ പാഠം എന്ന നിലയിൽ പഠിക്കേണ്ട ഒന്നാണ് ഈ പാപനാശത്തിൽ കമൽഹാസൻ്റെ കണ്ണ് ഉപയോഗിക്കുന്ന രീതിയും അദ്ദേഹം സംഭാഷണം ഉപയോഗിക്കുന്ന രീതിയും. നമസ്കാരം.